എന്താ? നിങ്ങളാണ് പുതിയ ജ്വല്ലറിയിലെ പുതിയ സെക്യൂരിറ്റി? അതെ. എന്താ? പഴയ ആളെന്തി? ഓ, പഴയാളോ? അദ്ദേഹം ഭയങ്കര ഉറക്കമായിരുന്നു. എപ്പോഴും കുട്ടിക്കുന്ന ഉറക്കം. അയാളെ പറഞ്ഞു വിട്ടോടും. ഇപ്പൊ നിങ്ങളാ? ഇപ്പൊ ഞാനാ. ഇതിന് മുമ്പ് എവിടെ ആയിരുന്നു? ഞാനോ? ഞാൻ KSRTCയിലെ ഡ്രൈവറായിരുന്നു. ശരി. അപ്പൊ ഞാൻ ഡ്രൈവറല്ല, KSRTCയിലെ എന്താണിത്? മറന്നുപോയി. നിങ്ങൾ മറന്നു. നിങ്ങളാ മറന്നു. നിങ്ങളൊന്നല്ല ഡയലോഗ് പറഞ്ഞില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങൾ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ അച്ഛന്റെ കാര്യമൊക്കെ പറയില്ലേ? അത് പിന്നെ അച്ഛന്റെ കാര്യം തിരുവനന്തപുരം ചങ്ങനാശ്ശേരി രണ്ടും രണ്ടാവോ? ഇല്ല ഇല്ല. എന്ത് തുടക്കത്തില് ആദ്യമല്ലേ ഒന്നാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ? നിങ്ങളാണോ ജ്വല്ലറിയിലെ പുതിയ സെക്യൂരിറ്റി? അതെ. ഇതിനു മുമ്പ് ഇരുന്ന ആളെന്തി അവിടെ പോയി? ഓ, അയാള് ഭയങ്കര ഉറക്കമായിരുന്നു. ഇവിടെ ഓടിക്കാന്ന് അയാൾ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടു. അല്ലേലും അയാൾ മഹാ കള്ളുകൂടിയ ഇവിടെ കിടന്ന് മഹാ വഴക്കായിരുന്നു. മോശം. അതെ, എന്റെ ഒപ്പനായിരുന്നു. ആ വേക്കൻസിക്കാ ഞാൻ അവിടെ കയറിയത്. നല്ല മനുഷ്യനെ. ഇച്ചിരി വെള്ളം അടിക്കുന്നേ ഉള്ളൂ. എന്റെ അമ്മോ, ഒന്നിനെ കടത്തി വിട്ടു. ഭയങ്കരം തന്നെ. അല്ല, നേരത്തെ എന്തായിരുന്നു ജോലി? ഞാനേ KSRTCയിലെ ഡ്രൈവറായിരുന്നു. ശരി. അതെന്താ ആ പണി കളഞ്ഞിട്ട് ഈ പണിക്ക് വന്നേ? ഓ അതെ, എല്ലാ ദിവസവും രാത്രിയും പകലും ഓട്ടമാ. ഒന്നും കിടന്ന് സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ പോലും പറ്റൂല. ഇവിടെ ആവുമ്പോഴേ എന്ന് ഒപ്പിട്ടാച്ച് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാൻ പറ്റും. അയ്യോ, ഇതിപ്പോ നിങ്ങളുടെ തന്തയായിരുന്നു. 2 പ്രാവശ്യം മൂത്രം ഒഴിക്കായിരുന്നേക്കുമായിരുന്നു. അത് പണ്ടേ ഉള്ള അസുഖമാണ്. അല്ല, നിങ്ങള് ഇവിടെ വന്നിട്ട് ഒരാഴ്ചയാള്. ഈ സെക്യൂരിറ്റി ആവുന്നതിന് മുമ്പ് എവിടാ ജോലി ചെയ്തിരുന്നത്? ഞാൻ എക്സ് മിലിറ്ററി അല്ലേ. എക്സ് മിലിറ്ററി? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയി മിന്നലുണ്ടോ? അയ്യോ, അവിടെ മിന്നലും ഇല്ല, ഡീസലും ഇല്ല. വണ്ടികളൊക്കെ ഇപ്പൊ കട്ട പറത്താ. നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കാറുണ്ടോ? ഓ, ഓടുമ്പോ അത് സൂപ്പർ ആയിരിക്കും. പക്ഷേ കുറെ ഓടി കഴിയുമ്പോ അത് വെറും ഓർഡിനറി ആയിട്ട് മാറും. നിങ്ങളുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ മറക്കാനാത്ത ഒരു വിവരം പറയാവോ? ഞാന് ഈ വയനാട് മാനന്തവാടി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു ദിവസം റോഡിൽ ഒരു വലിയ ചക്കയും കടിച്ചു പിടിച്ചോണ്ട് ഒരു ആന, കൊമ്പനാന നിൽക്കുന്നു. അത് നമ്മളെ ചക്കക്കൊമ്പന, അരിക്കൊമ്പന്റെ കൂട്ടുകാരൻ. ഞാനേ ഒറ്റ ചവിട്ടി ആനക്കിട്ടോ ബ്രേക്ക് ചവിട്ടിയെന്ന്. എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് ഞാൻ അങ്ങ് പെർന്നോട്ടൊരു 100 അടി അങ്ങ് പോയി. എന്നിട്ട് തിരികെ പോയി. ഇതെന്തോന്ന് ഞാന് ടോപ്പ് ഗിയർ ഇട്ട് വണ്ടി അങ്ങ് സ്പീഡിൽ അങ്ങ് എടുത്തിട്ട് പറപ്പിച്ചിട്ട് ആനയുടെ മോളിൽ കൂടെ പായിച്ച് നമ്മളെ റോഡിൽ വന്നങ്ങ് ലാൻഡ് ചെയ്തു. ഇതൊക്കെ സംഭവിക്കുന്നതാണോ? ഇന്നല്ലാതെ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പണ്ട് പട്ടാളത്തിൽ ഇരിക്കുമ്പോ നമ്മളെ മഞ്ഞുള്ളവന് ഗുണഗുണാലി അല്ല, അവിടെ പോയപ്പോ മഞ്ഞുമലയുടെ സൈഡില് ഒരു ചാര വിമാനം കിടക്കുന്നു. അത് വല്ല ശത്രുക്കളുടെ ചാര വിമാനമായി അല്ലെന്ന്. പിന്നെ തെങ്ങിനിടാൻ കൊണ്ടുവന്ന ചാരം കൊണ്ടുവന്ന വിമാനം അത്. എന്റെ ദൈവമേ, എന്താ പറയുന്നത്? എടോ, ഈ മഞ്ഞുമലയിൽ എവിടാടോ തെങ്ങ്? മഞ്ഞത്തെങ്ങ്. തേങ്ങ കൊല. ഒന്ന് പോടാ അവിടുന്ന്. രണ്ട് പണി നോക്കി കുറെ നേരം കൊണ്ട് തുടങ്ങിയതാ. താൻ കുറെ നേരം എന്റെ വേലക്ക് താനല്ലേ പറഞ്ഞത് ആനയുടെ മുതുകത്തോടെ വണ്ടി പറപ്പിച്ചോന്ന്. ഞാൻ വെറും മഞ്ഞ വെടി വെച്ചോ താൻ എന്റെ മുതുകത്ത് കയറുന്നു. അതെന്നാ താൻ പറഞ്ഞ് എനിക്ക് മാത്രമേ പറയാവുള്ളൂ. പോട്ടടോ, അപ്പഴേ എനിക്ക് ഡ്യൂട്ടിക്ക് പോട്ടെ. ഞാൻ അങ്ങോട്ട് പോട്ടാ. അല്ല, ഞാൻ പട്ടാളത്തിൽ പോയൊരു കഥ ഞാൻ. വേണ്ട, നാളെ കേൾക്കാം. എന്നാ ഞാൻ ഡ്യൂട്ടിക്ക് കയറുവാ. ഓ ശരി. ഡ്യൂട്ടി കയറാൻ സമയവും പോയി. നേരം വെളുത്തു. ഇത്ര പിടിയുന്നു ഡ്യൂട്ടി. ഇത്ര പിടിയുന്നു. ഒരുപോലെ കണ്ടച്ചില്ല. എന്റെ ദൈവമേ, ഞാൻ അവിടെ ഇരിക്കുന്നപ്പം ഇവിടെ കിടക്കുന്ന കൂർക്കവലി എനിക്ക് അവിടെ കേക്കാം.
ഞാൻ പിന്നെ രാത്രി ഇങ്ങോട്ട് വരാത്തതാണെന്ന് പറയോ നിങ്ങൾ ചിലപ്പോ മൂക്കയിൽ വലിച്ച് കയറ്റി കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചോ അറിയാമോ ഓ, ഒന്ന് പോണോ കഴിച്ച് വീട്ടിൽ പോട്ടെ എനിക്ക് വീട്ടിലൊന്നും പോണ്ടി ആ എന്താ വീട്ടിൽ പോ ഒന്നും വേണ്ട വാ ആ ടോർച്ച് വെക്കത്തോണ്ട് വാ കടുങ്കാ ആ, പിടിക്കാം നമുക്കൊരു കട്ടൻ കാപ്പി ആ കൊടുക്കാം സമയത്തെ മറ്റേ പട്ടാളത്തിലെ കഥ ഇന്നലെ പറഞ്ഞത് അയ്യോ എന്റെ ദൈവം പിന്നെയും തുടങ്ങി